നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. മനുഷ്യ ജീവിതത്തിൻ്റെ സുഗമമായ പുരോഗതിക്ക് ആവശ്യമായ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ജ്യോതിഷത്തിലൂടെ നോക്കിക്കാണുവാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെയൊക്കെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ കന്നിമാസത്തിലെ ആയില്യത്തിൻ്റെ പ്രത്യേകതയും വെട്ടിക്കോട്ട് ആയില്യത്തെ പറ്റിയാണ് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്. 1201 ആണ്ട് കന്നിമാസം 24-ാം തീയതി, അതായത് 2025 ഒക്ടോബർ 16-ന് കന്നിമാസത്തിലെ ആയില്യം നാളിൽ വെട്ടിക്കോട്ട് ആയില്യം ആരാധന നടക്കുന്നു. ഐതിഹ്യപ്രകാരം പരശുരാമൻ കേരളം വീണ്ടെടുത്തപ്പോൾ നാഗങ്ങളുടെ ഭൂമിയായ ഈ ഒരു ഭൂമിയിൽ മനുഷ്യന് വാസയോഗ്യമല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഭൂമിയെ വാസയോഗ്യമാക്കുവാനായിട്ട് നാഗങ്ങളെ പ്രതിഷ്ഠിച്ച് ആരാധിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുവായ പരമശിവൻ അറിയിച്ചു. അതിൻ പ്രകാരം മണ്ണ് വെട്ടിക്കൂട്ടി അദ്ദേഹം കണ്ടുപിടിച്ച സ്ഥലം അത്രേ ഈ വെട്ടിക്കോട്ട് എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ ഒരു മണ്ണ് വെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സ്ഥലമായതിനാൽ തന്നെ ഇതിന് വെട്ടിക്കോട്ട് എന്ന് അറിയപ്പെടുന്നു. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് കറ്റാനം എന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ ആദ്യമായി നാഗരാജ പ്രതിഷ്ഠ നടന്നു എന്ന് വിശ്വസിക്കുന്നതിനാൽ ഈ സ്ഥലം ആദിമൂലം വെട്ടിക്കോട്ടെന്നാണ് അറിയപ്പെടുന്നത്. പരശുരാമനത്രേ ഇവിടെ നാഗരാജനെ പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം. 3 തരത്തിലുള്ള നാഗരാജ സങ്കല്പത്തിലെ ഋഷിഭാവത്തിലുള്ള നാഗരാജ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത്. വിഷ്ണുവിൻ്റെ ശയ്യയായ അനന്തൻ്റെ ഭാവവും പാതാളലോകം, അതായത് നാഗലോക രാജാവായ അനന്തൻ്റെ ഭാവവുമാണ് മറ്റ് 2 സങ്കല്പങ്ങൾ. ഋഷിഭാവത്തിലുള്ള നാഗരാജാവായതിനാൽ ഇവിടെ നാഗലക്ഷ്മി സങ്കല്പം സഹോദരീ ഭാവത്തിലാണ്. വെട്ടിക്കോട്ട് മേപ്പള്ളി ഇല്ലത്തിനാണ് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം. കന്നിമാസത്തിലെ ആയില്യമാണ് ഇവിടെ ഏറെ വിശേഷം. അതുപോലെ ഞായറാഴ്ചയ്ക്കും പ്രാധാന്യമുണ്ട്. സർപ്പബലി, നൂറുംപാലും, രാഹുദോഷ ശാന്തി, ധാര, ഉരുളി കമഴ്ത്ത്, ഉദയാസ്തമന പൂജ മുതലായവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ഹൈന്ദവ വിശ്വാസപ്രകാരം ഒരാളിൻ്റെ ധനസ്ഥിതി, കീർത്തി, ആരോഗ്യം, ആത്മവിശ്വാസം എന്നിവ നേടുകയും തടസ്സം, രോഗം എന്നിവ അകറ്റുകയും നല്ല ചുറ്റുപാടും നല്ല സൗഹൃദങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ ഈ നാഗാരാധന സഹായിക്കും. ക്ഷേത്രദർശനവും വഴിപാടുകളും നാഗപ്രധാനമായ ദിവസങ്ങളിലെ വ്രതവും പ്രാർത്ഥനയും സ്മരണയും കാവുകളും അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പങ്ങളും സംരക്ഷിച്ച് പരിപാലിക്കുകയും ഒക്കെ ചെയ്യുകയാണ് നാഗാരാധനയ്ക്ക് ഏറ്റവും പറ്റിയ മാർഗങ്ങൾ. കേരളത്തിൽ വെട്ടിക്കോട്ട്, അതുപോലെ തന്നെ പാമ്പുമേക്കാവ്, മണ്ണാർശാല എന്നിവ പ്രധാന മറ്റ് നാഗക്ഷേത്രങ്ങളുമുണ്ട്. കാശ്മീരിലാണെങ്കിൽ അനന്തനാഗ്, ഹിമാചലിൽ ബേരിനാഗ്, തമിഴ്നാട്ടിൽ നാഗർകോവിൽ, രാജസ്ഥാനിൽ ബായുത്ത്, നാഗാലാൻഡിൽ ജാബംഗഖോങ്, ഇങ്ങനെ നാഗക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം തന്നെ നാഗാരാധനയ്ക്ക് വളരെ പ്രാധാന്യമാണുള്ളത്. സർപ്പബലി നടത്തുകയും നൂറും പാലും ഒക്കെ ചെയ്യുന്നത് രോഗശാന്തിക്ക് ഗുണകരമാണ്. ഓരോ ക്ഷേത്രത്തിലും അതത് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചുള്ള വഴിപാടുകളാണ് നടത്തേണ്ടത്. കാലം, ദേശം, അനുഭവം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ഇത് ചെയ്യാവുന്നതാണ്. നാഗപഞ്ചമി, ആയില്യ നക്ഷത്രം എന്നിവയാണ് വ്രതമെടുക്കാൻ പറ്റിയ ദിവസങ്ങൾ. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ പഞ്ചമിയാണ് നാഗപഞ്ചമി. അന്ന് വ്രതമെടുത്ത് നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും. ആയില്യ നക്ഷത്ര ദിവസവും വ്രതമെടുത്ത് നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. കന്നി തുലാ മാസങ്ങളിലെ ആയില്യത്തിന് വിശേഷ പ്രാധാന്യവുമുണ്ട്. പ്രത്യക്ഷ ദൈവങ്ങൾ സർപ്പങ്ങളാണെന്നാണല്ലോ വിശ്വസിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്ന രൂപത്തിൽ ഇത് ദൃശ്യമാകുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകതയും. എന്നാൽ കാണുന്നവയെല്ലാം അത്തരം സർപ്പങ്ങളല്ല എന്നും അറിയണം. സ്വർണ്ണ നിറവും ആകാരഭംഗിയുമുള്ള സർപ്പങ്ങളെ അപൂർവമായിട്ടേ കാണാനാകൂ. നാഗങ്ങളെ അധികം കാണാനുമില്ല. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നാഗത്തെ കാണാനോ അറിയാനോ ശേഷിയുമില്ല. ഇതെല്ലാം അറിയാമായിരുന്ന പൂർവികർ നാഗങ്ങളെ സംരക്ഷിച്ചും ആരാധിച്ചും വന്നിരുന്നു. പരമ്പരമായി തുടരുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ഒരാൾ വിഘ്നം ചെയ്താൽ അവർക്കും അവരുടെ സന്തതി പരമ്പരകൾക്കും നാഗദോഷമോ സർപ്പദോഷമോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നാഗം എന്ന് ചിന്തിക്കുമ്പോൾ സൂര്യമണ്ഡലത്തിന് മുകളിലേക്ക് വ്യാപിച്ചതും സൂര്യമണ്ഡലം മുതൽ ഭൂമിമണ്ഡലം വരെ വ്യാപിച്ചിരിക്കുന്നതും ഭൂമിമണ്ഡലത്തിലാകെ വ്യാപിച്ചു കിടക്കുന്നതുമായ ഒരു ശക്തി വിശേഷമാണ് നാഗം. അനന്തനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാഗരാജാവ് യഥാർത്ഥത്തിൽ അന്തമില്ലാത്ത അഥവാ അവസാനമില്ലാത്ത ശക്തി ചൈതന്യമാണ്. നാഗശക്തി സൂര്യപ്രകാശത്തിലൂടെ ഭൂമിയാകെ പരക്കുന്നുണ്ട്.
അതുമായി പൊരുത്തപ്പെടുന്നതിലോ ആരാധിക്കുന്നതിലോ ഉള്ള വീഴ്ചയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നാഗദോഷമെന്ന് പറയാം. ഈ പ്രപഞ്ചശക്തിയെയാണ് കാവുകളിലോ ക്ഷേത്രങ്ങളിലോ കേന്ദ്രീകരിച്ച് ആരാധിക്കുന്നത്. സൂര്യൻ 7 കുതിരകളെ പൂട്ടിയ രഥത്തിൽ സഞ്ചരിക്കുന്നു എന്നാണല്ലോ പുരാണങ്ങളിൽ പറയുന്നത്. ആധുനിക ശാസ്ത്രമനുസരിച്ച് സൂര്യപ്രകാശത്തിൽ നിന്ന് 7 നിറങ്ങളെ വേർതിരിച്ചെടുക്കാനും സാധിക്കുമല്ലോ. അതേപോലെ 12 മാസങ്ങളിൽ 7 കുതിരകളുടെ കടിഞ്ഞാണായി 12 നാഗങ്ങളുണ്ടാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അതായത് 12 നാഗശക്തികൾ 7 നിറങ്ങളിൽ കൂടി ഒരു വർഷം കൊണ്ട് ഭൂമിയിലെത്തുന്നു. ഓരോ മാസത്തെയും കാലാവസ്ഥയും മറ്റു കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ശക്തിവിശേഷമാണ്. പണ്ട് രാജാക്കന്മാർക്ക് സർപ്പയജ്ഞവും മറ്റും നടത്തി രാജാക്കന്മാർ രാജ്യത്തെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മറ്റും രക്ഷിച്ചു പോകുന്നതിൻ്റെ പൊരുൾ ഇതുതന്നെയാണ്. ജാതകത്തിൽ രാഹുവിനെ ചിന്തിച്ചാണ്, രാഹുവിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയാണ് നാഗദോഷമുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. രാഹു ചില വിശേഷ ഭാവങ്ങളിൽ നിന്നാൽ ജാതകന് നാഗദോഷമുണ്ട് എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങളും ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നാഗദോഷം മൂലം വിവാഹ ജീവിതമൊക്കെ തകരാറിലാവാനോ, അതുപോലെ വിവാഹമോചനവും, അതുപോലെ ദമ്പതികളിലൊക്കെ ഒരാളിൻ്റെ മരണമോ, പ്രവൃത്തിക്ക് തക്ക ഫലം ലഭിക്കാത്ത അവസ്ഥയും, കുട്ടികളുണ്ടാകാൻ താമസിക്കുകയോ ഉണ്ടാകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതുമൊക്കെ നാഗദോഷത്താൽ സംഭവിക്കുന്നതാണെന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ നീണ്ടു നിൽക്കുന്ന ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുകയും ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുകയും പ്രാണികളും മറ്റും കുത്തുകയും നാൽക്കാലികൾ ഉപദ്രവിക്കുകയും, ഇതുകൂടാതെ മാനസികമായ പല പ്രശ്നങ്ങളും ഒക്കെ ഈ നാഗദോഷത്തിൻ്റെ തെളിവുകളായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉദ്ദേശിച്ച സംതൃപ്തിയോടെ ഒന്നും പൂർത്തിയാകാതെ വരികയും ചിലപ്പോൾ വിശ്വാസങ്ങളും മതങ്ങളും വരെ മാറാൻ തോന്നിയേക്കാം. അകാരണമായ മരണഭയം ഉണ്ടായേക്കാം. മറ്റുള്ളവരോട് വെറുപ്പ് തോന്നുക, ഇതെല്ലാം നാഗദോഷത്താൽ സംഭവിക്കുന്നതാണ്. പ്രകൃതി തന്നെ പല വിധത്തിലും ഈ ദോഷമുള്ളവരോട് പ്രതികൂല ഭാവം കാണിക്കാറുണ്ട്. ഇങ്ങനെയുള്ളവർക്കാണ് ആചാര്യന്മാർ സർപ്പബലി, നൂറും പാലും വഴിപാടും ഇങ്ങനെയൊക്കെയുള്ള നാഗദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത്. നാഗപൂജയ്ക്ക് തുളസി, പിച്ചി മുതലായ പുഷ്പങ്ങൾ നാഗപ്രീതിക്ക് വളരെ നല്ലതാണ്. നാഗാരാധന ഏറെ ശുദ്ധമായി വേണം ചെയ്യുവാനെന്ന് അറിയണം. മനുഷ്യരൂപത്തിലുള്ള ഈശ്വര സങ്കല്പത്തിന് പൂജ ചെയ്യുന്നതിലും ശുദ്ധി വേണം. നാഗരാജ പൂജ ലളിതവും സാത്വികവുമായിരിക്കണമെന്ന് വളരെ നിർബന്ധവുമാണ്. ഓരോ ക്ഷേത്രത്തിനും അതതിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചുള്ള ആരാധനാക്രമങ്ങളാണ് ഉള്ളത്. വെട്ടിക്കോട്ട ക്ഷേത്രത്തിലാണെങ്കിൽ ദിവസവും അഭിഷേകവും തുടർന്ന് നിവേദ്യം, പൂജ എന്നിങ്ങനെ നടക്കുന്നുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ പൂജ പൂർത്തിയാക്കിയിരിക്കുകയും ചെയ്യും. ഉച്ചപൂജ ഞായറാഴ്ചകളിൽ നീണ്ടുപോകാറുണ്ട്. വൈകിട്ട് സാധാരണ വിളക്ക് വയ്ക്കാനേ പാടുള്ളൂ എന്നും ഉണ്ട്. ദേവൻ്റെ തിരുനാളായാണ് കന്നിമാസത്തിലെ ആയില്യം ഇവിടെ ആഘോഷിക്കുന്നത്. തുല മാസങ്ങളിൽ പൂയം, ആയില്യം ദിവസങ്ങളിൽ ദീപാരാധനയും അത്താഴപൂജയും പതിവാണ്. കന്നിയിൽ ആയില്യത്തിന് 7 ദിവസം മുമ്പ് തന്നെ ചടങ്ങ് ആരംഭിക്കും. പൂയനാളിൽ ആഡംബര വിഭൂഷിതരായാണ് നാഗരാജാവും നാഗയക്ഷിയും ഭക്തർക്ക് ദർശനം നൽകുന്നത്. അന്നത്തെ ദീപാരാധനയ്ക്ക് വിശേഷങ്ങൾ ഏറെയുണ്ട്. ആ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമത്രേ. ആയില്യനാളിൽ നിർമാല്യം, അഭിഷേകം, ഉച്ചപൂജ, നൂറും പാലും തുടങ്ങിയ പൂജകൾക്ക് ശേഷം ദേവനെ ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നവർക്ക് 2 വർഷത്തേക്ക് സർപ്പഭയം ഉണ്ടാകില്ല. അന്ന് സന്ധ്യയ്ക്ക് സർപ്പബലിയുമുണ്ട്. രാത്രി 10 മണിയോടെ നടയടച്ച് മകം നാളിൽ ഇളനീരഭിഷേകത്തോടെ കലശം നടത്തി ചടങ്ങ് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ അവരവരുടെ ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് രാഹു ലഗ്നം 4, 6, 7, 8, 10, 12 ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ പ്രതിവിധി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ഭാവങ്ങളിൽ രാഹു നിന്നാൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം. രാഹു നിൽക്കുന്ന രാശിയുടെ ഭേദം മനസ്സിലാക്കണം. ചരസ്ഥിരോഭയ രാശികളിൽ ഏത് രാശികളിലാണ് രാഹു നിൽക്കുന്നതും എന്നൊക്കെ കണ്ട് വേണ്ട പരിഹാരങ്ങൾ ഒരു ജ്യോതിഷൻ്റെ അഭിപ്രായങ്ങളും കൂടി മനസ്സിലാക്കിക്കൊണ്ട് രാഹുദോഷ ശാന്തി വരുത്തിക്കൊണ്ട് മുൻപോട്ട് പോകണം. തീർച്ചയായിട്ടും അതൊരു യൗവനദശയിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഇത് സാരമായി തന്നെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അതിനാൽ രാഹു ദശ അനുഭവിക്കേണ്ട ആ കാലങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക. ഏവർക്കും നാഗരാജാവിൻ്റെയും നാഗയക്ഷി അമ്മയുടെയും മണിനാഗങ്ങളുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്.
നന്ദി, നമസ്കാരം.